ജയിലിൽ ഫോണൊക്കെ ഉണ്ട്. ജയിലിൽ ഒരു ക്യൂ ഉണ്ട്. അവിടെ ജയിലിൽ ഒരു പബ്ലിക് ബൂത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ആവശ്യമൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലും ഫിലിം ചെയ്യുകയാണെങ്കിൽ ആ ബൂത്ത് വഴി സംസാരിക്കാമല്ലോ. 3 ആളുകൾ നമ്പർ കൊടുക്കണം. ഏതോ ആരോട് അങ്ങനെ സംസാരിക്കണമെന്ന്. ഒരു ഭാര്യ ആയിരിക്കും, ചിലപ്പോൾ അച്ഛനായിരിക്കാം, അങ്ങനെ സുഹൃത്തായിരിക്കാം. അത് നേരത്തെ അറിയിച്ചാൽ മതി മാത്രം. ഇതൊരു വലിയ കാര്യം. അവർക്ക് വേറെ ഇതിൻ്റെ സാധനത്തിൻ്റെ ആവശ്യം ഇല്ല. അത് അനുവദിക്കാൻ പാടില്ല. ഈ തുറന്ന ജയിലുകളെ കുറിച്ചുകൂടെ കേൾക്കാൻ താല്പര്യമുണ്ട്. കാരണം നമ്മൾ അധിക പേർക്ക് അറിഞ്ഞുകൂടാത്തതാണ് കേരളത്തിൽ. തുറന്ന ജയിലുകൾ ഇന്ത്യ രാജ്യത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ സംസ്കാരങ്ങൾ, മൂല്യങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ പോകുന്നത്. പഞ്ചാബിലെ ഒരു ദിവസം ഞാൻ പഞ്ചാബ് DGP ജയിൽ DGP എന്നോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതൊന്ന് ചെയ്തൂടെ? സാർ, ഇവിടെ ഒരു മനുഷ്യൻ നിൽക്കില്ല, എല്ലാം ഓടിക്കളയും. ഇത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് പുള്ളി ചിരിക്കുകയായിരുന്നു. സാർ, പഞ്ചാബ് ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. കാരണം അങ്ങനെ അവരുടെ മൂല്യങ്ങൾ വേറെയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതുവരെ കഴിഞ്ഞ 50 വർഷം തുടങ്ങി മുമ്പ് ഒരാൾ പോലും ഓടിപ്പോയിട്ടില്ല. ഇറ്റ്സ് എ റെക്കോർഡ്. ഇവിടെ അങ്ങനെ ശിക്ഷ കിട്ടിയ ശേഷം മലയാളി അങ്ങനെ പോകുന്നില്ല. ഇപ്പോൾ 6 പെട്രോൾ പമ്പുകളിൽ ജോലി ചെയ്യുന്നത് അവരാണ്. ശിക്ഷ കിട്ടിയവരാണ്. ജീവിതം ചില ആളുകൾ ഒരാൾ പോയി, അവരെല്ലാം പുറത്താണ്, ജയിലിനകത്തൊന്നുമില്ല. നിങ്ങളെ കണ്ടില്ല പൂജപ്പുരയുള്ള. അവർ രാവിലെ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നു, അവരോട് ജോലി ചെയ്യുന്നു. അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. അത് ചെയ്യാനുള്ള പണി അവർക്ക് 12,000 13,000 രൂപ ഒരു മാസത്തിൽ അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ജോലിയായിട്ട് ചെയ്യുന്നു. ആ ജോലി കൊണ്ട് അവരുടെ കുടുംബം രക്ഷപ്പെടുന്നു. ഞങ്ങളവിടെ വേറെ ഒരു ഏർപ്പാട് ചെയ്തു. അവർ ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിലും അവർക്ക് അക്കൗണ്ട് ഞങ്ങൾ തുടങ്ങിയത് അവരുടെ ഭാര്യയുടെ പേരിൽ. അപ്പോൾ ഇയാൾ ഇവിടെ ജോലി ചെയ്യുന്നു, ഭാര്യയുടെ പൈസ കിട്ടുന്നു. ഇയാളാണ് കുറ്റം ചെയ്തത്. ഇതിൻ്റെ പേരിൽ ഇയാളുടെ 1-2 കുട്ടികളും ആ ഭാര്യവും അവരെന്തിനു വഴി ആധാരമാവുന്നത്. ഇയാൾ നന്നായിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇവന്മാരെ കൊണ്ട് പണി കഴിപ്പിച്ചിട്ട് അതിൻ്റെ മൊത്തം പൈസ അവർക്ക് കിട്ടുന്നത് അവരുടെ കുടുംബത്തോടാണ്. അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പൊ നെട്ടുകാൽത്തേരിയിൽ ആ ജയിലില് അത് റബ്ബറും ഒക്കെ ഉണ്ട്. അസാധ്യമാണ്. അതൊക്കെ കാണേണ്ടതാണ്. അത് നിങ്ങളൊക്കെ പത്രക്കാരൊക്കെ പ്രസ്സുകാരൊക്കെ അതൊക്കെ ഏറ്റെടുത്ത കാര്യങ്ങളാണ്. ഇത് നെട്ടുകാൽത്തേരിയും പിന്നെ ജിമേലിയും എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. ഒരു മനുഷ്യനും ഇതുവരെ ഓടിപ്പോയിട്ടില്ല, ഒന്നുമില്ല. അവിടെ ഗേറ്റൊന്നുമില്ല. അത് ഇറ്റ് ജസ്റ്റ് ലൈൻ. ആർക്കും വേണമെങ്കിൽ പോവാം. ഞാനൊരിക്കൽ പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ അവിടെയും പോയി. ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾ ഇവിടുന്ന് ആരും ശേഷം എവിടെ പോകാൻ? സാർമാർക്ക് അറിയാം ഞാൻ ഏത് നാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട്. എൻ്റെ മേൽവിലാസം അവർക്കറിയാം. അഥവാ ഞാൻ ഓടിക്കുകയാണെങ്കിലും ഭാര്യയും കുട്ടികളെ കാണാൻ തന്നെ പോവുള്ളൂ. അത് യു നോ ഇറ്റ്. അപ്പോൾ ഇവിടുന്ന് പോയാൽ അപ്പോൾ തന്നെ സാർ അവിടെ ഒരു പോലീസുകാർ വന്ന് അവിടെ ഇരിക്കും. എനിക്ക് അവരെ കാണാൻ പറ്റുന്നൊന്നുമില്ല. പിന്നെ എവിടെ പോകാൻ സാർ? ഒന്ന്. രണ്ടാമത് അവരുടെ നല്ല ബിഹേവിയർ ആണെങ്കിൽ അവർക്ക് നേരത്തെ പോകാൻ പറ്റും. They can go early to home. ഈ രീതിയിലാണ്. അത് ഈസ് എ റെക്കോർഡ്. ഈ ഷുഡ് ബി കോട്ടഡ് ദാറ്റ് ഇതുവരെ 2 ജയിലിൽ നിന്ന് ഒരാളും ചാടി പോയിട്ടില്ല. ഏതോ ഒരു സ്ഥലത്തിൽ പോയിരുന്നു, ആളെ പിന്നെ തിരിച്ചു വന്നു. ആ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടെ നമുക്ക് യോജിക്കുന്നതല്ല. വേറെ സ്ഥലത്തിലും വന്നിട്ടില്ല. രാജസ്ഥാനിലൊക്കെ അത് ഫെയിൽ ആയിപ്പോയി. അത് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് കേരള ഞങ്ങളെ അവിടെ സ്വീഡനിലേക്ക് അയച്ചു. സ്വീഡനല്ല, സോറി, നോർവേ. വലിയ കാര്യമൊന്നുമില്ല. ഇറ്റ് ഡിഡ്ന്റ് ഇംപ്രസ് മീ. അവർ ജയിൽസ് ആർ ഫാർ ബെറ്റർ ദാൻ ദോസ് ജയിൽസ്. വാൾഡൻ ജയിലിന്. അപ്പോൾ വാൾഡൻ ജയിലിൽ ഒന്നുമില്ല. വാൾഡൻ ജയിലിൽ കൊണ്ടുപോയി അവിടെ ഒരു ജയിൽ പോലെയാണ്. അതിൽ ആകെ അവരുടെ വ്യത്യാസം, ഒരാഴ്ചയിൽ അവരുടെ കുടുംബത്തിന് ഒരു ചെറിയ ഫ്ലാറ്റ്, അതിനകത്ത് ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുടുംബത്തിന് ആ ആളുടെ കൂടെ ഈ ഭാര്യയും കുട്ടികളൊക്കെ വന്ന് താമസിക്കാം. അത് എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയായ കാര്യമല്ല. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. അവിടെ 300ഓളം ആളെ ഉള്ളൂ കേട്ടോ വാൾഡൻ ജയിലിൽ. 500ഓളം അവരെ നോക്കാൻ 500ഓളം നമ്മുടെ ജയിലുകാർ, ജയിൽ സ്റ്റാഫ്. ഇവിടെ നെട്ടുകാൽത്തേരിയിൽ പോയാൽ ചിലപ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു 300ഓളം 400ഓളം നമ്മുടെ പ്രിസണേഴ്സ് ഉണ്ട്. അവരെ നോക്കാൻ എത്ര 10, 30, 40 ആൾ കാണും. അത് ഇറ്റ് ഡിഡ്ന്റ് ഇംപ്രസ് മീ. ഐ ഗേവ് എ റിപ്പോർട്ട് ദാറ്റ് പ്ലീസ്, ബിക്കോസ് ഇറ്റ് വാസ് ഡൺ ബൈ ഡൽഹി ഹോം മിനിസ്ട്രി. എന്നോട് പറഞ്ഞു, നിങ്ങൾ
ഇത് ഒന്നുമില്ല, നിങ്ങൾ നട്ടുക്കാലത്തേനെയും ജിമീനിയും ഒക്കെ വന്നിട്ട് ജയിലിൽ, പിന്നെ അവിടെ പണിയൊന്നുമില്ല, ആകെ അവർ ചെയ്യുന്നതിൻ്റെ ഒരു കുറേ ഒരു വണ്ടികളത്തെ പെയിൻ്റ് അടിക്കാൻ 2-3 വണ്ടികളുണ്ട്, പിന്നെ കുറേ സിറാമിക് കപ്പ് പ്ലേറ്റ് ഉണ്ടാകുന്നു. ഇവിടെ 36 തരത്തിലുള്ള ജോലിയാണ് ഇവിടെ നടക്കുന്നത് സെൻറ്ററിൽ. ആൻഡ് ഇറ്റ് ഈസ് ബേസിക്കലി ടു അവരുടെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആ പൈസ കൊണ്ട് ഇവിടെ കാര്യമൊന്നുമില്ല, ഇയാൾക്ക് എല്ലാം ഫ്രീ ആണല്ലോ, ഗവൺമെൻറ് ഓഫ് കേരള അല്ലേ കൊടുക്കുന്നത്. അതും അവരുടെ കുടുംബത്തിലേക്ക് ആ പൈസ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു, പക്ഷെ അത് കോടതിയിൽ കേസുകളായി. അതായത് ഇവർ സമ്പാദിക്കുന്ന ആ പൈസ കൊണ്ട് അവരവിടെ ഇരിക്കുന്നത് ഏതൊരാളെ കൊന്നിട്ടാണല്ലോ മിക്കവാറും ആളുകൾ കൊന്ന്. ആ മരിച്ചുപോയ ആളുടെ കുടുംബത്തിന് കുറച്ച് പൈസ, ഇവർ ജോലി ചെയ്യുന്ന പൈസ നിന്ന് കുറച്ച് പൈസ അവർക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ പേരിൽ എത്രയോ ആളുകൾ കോടതികളിലൊക്കെ പോയ ശേഷം ഒന്നും നടന്നില്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും പട്ടണം നടത്തണമെന്നില്ലല്ലോ. ചിലപ്പോൾ ഇവിടെ വന്നിട്ട് മലയാളം പഠിച്ചത് സിനിമകളിലൂടെയാണ്. ഇപ്പോൾ പഴയ കാലഘട്ടത്തിലെ പഞ്ചാഗ്നിയും വടക്കു നോക്കിയന്ത്രവും മാലയോഗവും ഒക്കെ അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം തിയേറ്ററിൽ കണ്ടത്. ഒരു PK അനിൽ പറഞ്ഞിട്ട് ഒരു SI, ഇതുപോലെ ഒരു SI ഉണ്ടായിരുന്നു ആർട്ടിക്കലിൽ, ഇപ്പം മരിച്ചുപോയി. PK അനിൽ ഒരു പ്രൊബേഷണറി SI ആണ്. ഞാൻ ഇയാളെ കൊണ്ടുപോകും, യു കം ആൻഡ് ടെൽ മീ വാട്ട് ഈസ് ഹാപ്പനിങ്. കുറച്ച് സമയം ഇയാൾ പറയും. അപ്പോൾ ഇവിടെ സിനിമ ഹാളിൽ 1-2 സിനിമയിലൊക്കെ ഞാൻ കൊണ്ടുപോയി. അപ്പോൾ എല്ലാ ആളുകളും കാണുന്നു, അടുക്ക ഇയാൾ എന്നോട് പറയും, സാർ ഹീ ഈസ് ടെല്ലിങ് ദിസ്, മൊത്തം എല്ലാ ആളുകളും കേൾക്കുന്നു. അപ്പോൾ നമ്മൾ അത് ശരിയാവില്ല, അത് പറയാനൊന്നുമില്ല. ASPയും SI ആളുകളെ അറിയും ഇത് ആരാണെന്ന് പറഞ്ഞിട്ട് പറയുമൊന്നുമില്ല. പക്ഷേ ഒരു ബുദ്ധിമുട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളെ വേണ്ട. കുറച്ചൊക്കെ അങ്ങനെയാണ് 5-6-7 സിനിമ ശേഷം. അതൊന്നും വലിയ സാഹിത്യ ഭാഷ ഒന്നുമല്ല, സാധാരണ ഭാഷയാണ്. അത് പഠിക്കാൻ തുടങ്ങി. പക്ഷെ ആ സിനിമകളൊക്കെ പിൽക്കാലഘട്ടത്തിൽ കാണുമ്പോൾ അതിനകത്തൊക്കെ ഇന്നർ മീനിങ്സ് ഉണ്ടായിരുന്നു. ആ ഇന്നർ മീനിങ്സ് ഒക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ തുടരും സിനിമയെക്കുറിച്ച് സാർ റിവ്യൂ എഴുതിക്കുന്നതിനകത്ത് ചില സമയത്ത് പ്രതികാരം ആണ് നമുക്ക് ചെയ്യാൻ കഴിയുക, അതേ വഴിയുള്ളൂ എന്നുള്ള രീതിയിൽ എഴുതി കണ്ടായിരുന്നു. ഈ തുടരും സിനിമയെക്കുറിച്ച് സാറിൻ്റെ ഒരു ഒബ്സർവേഷൻ പറയാം. നല്ല പടമാണ് അത്. നമ്മുടെ അവിടെ തുടങ്ങിയത് ഇത് ഓരോ സ്റ്റൈലാണ്. അത് രഞ്ജിത്ത് പ്രൊഡ്യൂസറിൻ്റെ ഒരു സ്റ്റൈലാണ്. അത് 3 ദിവസം മുമ്പ് ഈ സിനിമയെ സംബന്ധിച്ചുള്ള ഒരാൾ എൻ്റെ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ ഒരു സിനിമ വരാൻ പോകുന്നതിനാണ് ഞാൻ അറിയുന്നത്. ബിലീവ് മീ, ദേ ഡിഡ്ന്റ് ഡു എനി പ്രൊമോഷൻസ് ചെയ്തിട്ടില്ല അവർ. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്, അത് മോഹൻലാൽ പോലെ ആയിട്ട് നമ്മൾ അറിയുന്നില്ലല്ലോ. സാർ അത് ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ തീരുമാനിച്ചു, നോ പബ്ലിസിറ്റി, നാട്ടുകാർ തന്നെ പോയി തീരുമാനിക്കട്ടെ.